ഞാൻ ഇന്നൊരു കണവ നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഈ കണവയൊന്ന് മസാല പുരട്ടി വയ്ക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വയ്ക്കണം. കണവയിൽ നിറയ്ക്കാനുള്ള മസാല തയ്യാറാക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റാം. സവോള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കണവ ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ ചെറിയ ഭാഗങ്ങളുമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കണവയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി മസാല ഈ കണവയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് ഇവിടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇടാൻ. കണവ നിറച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.